ചിന്തിക്കുന്നതിനപ്പുറം ആർക്കും എത്തിച്ചേരാനാകില്ല. അതുകൊണ്ട് മഹത്തായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ പോഷിപ്പിക്കുക. ഇന്നത്തെ ബുക്ക് ഷെൽഫിൻ്റെ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകത്തിൻ്റെ തുടക്കത്തിലെ വരികളാണ്. ചിന്തിക്കുന്നതിനപ്പുറം ആർക്കും എത്തിച്ചേരാനാകില്ല, അതുകൊണ്ട് മഹത്തായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ പോഷിപ്പിക്കുക. പ്രൊഫസർ PA വർഗീസിൻ്റെ ചിന്തിച്ചു വളരുക എന്നുള്ള പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒത്തിരി മോട്ടിവേഷണൽ ടിപ്സിനു വേണ്ടി, മോട്ടിവേഷണൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയും പുസ്തകങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഒത്തിരി സമയം മാറ്റിവെക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ തലമുറ. പുതിയതായി എങ്ങനെ ജീവിതത്തെ ഒന്ന് തിരിച്ചുവിടാം, സക്സസ് ടിപ്സ് എങ്ങനെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം, എങ്ങനെ ഏറ്റവും പെട്ടെന്ന് സ്വപ്നം നെയ്തെടുക്കാം, വിജയം കണ്ടെത്താം, ഇങ്ങനെയൊക്കെയുള്ള സെർച്ചുകളാണ് ഇൻ്റർനെറ്റിലും ജീവിതത്തിലുമൊക്കെ കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോട്ടിവേഷണലായിട്ട് എങ്ങനെ ഇച്ചിരിയും കൂടി ഒന്ന് മാറി സഞ്ചരിക്കണമെന്നുള്ള ഒരു ത്വര നമുക്കെല്ലാവർക്കുമുണ്ട്. അങ്ങനെയുള്ള ഈ ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല പുസ്തകമാണ് ചിന്തിച്ചു വളരുക എന്നുള്ള ഈ ചെറിയ പുസ്തകം. ചിന്ത കൊണ്ട് ജീവിത വിജയം നേടുക എന്നുള്ള ടാഗ് ലൈനുമായാണ് ഈ പുസ്തകം മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രൊഫസർ PA വർഗീസിൻ്റെ പല ടിപ്സാണ് എങ്ങനെ നമുക്ക് നല്ല ചിന്തകളിലൂടെ ജീവിതത്തെ നെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്വപ്നങ്ങളെ വിജയങ്ങളെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാമെന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും 3-4 കാര്യങ്ങളാണ് ഇതിന് അടിത്തറയായിട്ട് നിൽക്കുന്നത്. അതിൽ ചിന്തയൊരു തലമാണ്. എങ്ങനെ നമുക്ക് ചിന്തിക്കാം, ചിന്തിച്ചെങ്ങനെ നമുക്ക് വളരാൻ സാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഭൂതം, വർത്തമാനം, ഭാവി, ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ചിന്തയ്ക്കുള്ള പങ്ക്, കഴിഞ്ഞുപോയതും ഇന്ന് നടക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എൻ്റെ ചിന്തകൾ, ഇനിയുള്ള കാലഘട്ടത്തോട്, ഇനിയുള്ള ജീവിതത്തോട് എനിക്കുള്ള സമീപനം എങ്ങനെ, ഇങ്ങനെ 3 കാലഘട്ടങ്ങളായി അദ്ദേഹം തിരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചില അപകട മേഖലകളെക്കുറിച്ച്, ഇവയൊക്കെ നമുക്കെങ്ങനെ തരണം ചെയ്യാം, അതിൽ നാം സ്വീകരിക്കേണ്ട മാർഗം എപ്രകാരമാണ്, അല്ലെങ്കിൽ ഏതുതരം മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്, ഏതുതരം വീക്ഷണത്തിലൂടെയാണ് ഈ ലോകത്തെ നാം തപ്പിപ്പോകേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചില ഇല്ലായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ചില പരിമിതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള 2 കാര്യങ്ങളാണ് ചില ഇല്ലായ്മകൾ, ചില തോൽവികൾ, ചില പരിമിതികൾ, ചില ബലഹീനതകൾ. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടറായി നിൽക്കുന്ന ചില കാര്യങ്ങളോട് നമുക്കുള്ള സമീപനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കും, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ നമ്മുടെ ചിന്തകളിലുള്ള മാറ്റങ്ങളിലൂടെ ഈ ഇല്ലായ്മകളെയും പരിമിതികളെയും എങ്ങനെ നമുക്ക് നന്മകളാക്കി അല്ലെങ്കിൽ വിജയങ്ങളാക്കി മാറ്റാമെന്ന് ഇദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സമൃദ്ധി സൃഷ്ടിക്കുക. ജീവിതത്തിൽ അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ ഓട്ടങ്ങളെല്ലാം. സമൃദ്ധി സൃഷ്ടിക്കുക, അത് സമ്പത്തിനായാലും വിജ്ഞാനത്തിലായാലും മറ്റ് ജോലി ഏത് മേഖലകളിലായാലും സമൃദ്ധിയുള്ളവരായി മാറുക, അല്ലെങ്കിൽ ജീവിതത്തിൽ അതിന് സമൃദ്ധിയുള്ളവരായി മാറുക, അല്ലെങ്കിൽ ആ ഏത് ഇടത്തിലാണോ അതിൽ സമൃദ്ധി സൃഷ്ടിക്കുക. ആ ഒരു കൺസെപ്റ്റിനെ മനോഹരമായി പ്രൊഫസർ PA വർഗീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചിന്തയിലൂടെയാണ് ഈ തലങ്ങളെയെല്ലാം അദ്ദേഹം അവതരിപ്പിക്കുക. പിന്നീട് ഈ പുസ്തകത്തിൽ കടന്നു വരുന്നത് മഹാത്മാക്കളുടെ ചില ചിന്താശകലങ്ങളാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള, അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിലൊരു ഉയർച്ച നൽകുന്ന രീതിയിലുള്ള ചിന്താശകലങ്ങൾ, എല്ലാ ശകലങ്ങളും ജീവിതത്തിലൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഉണർവ് നൽകുന്ന രീതിയിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. പിന്നീട് അവസാനം ശരിയായ ചിന്തയിലൂടെ എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം. ഒരു മോട്ടിവേഷണൽ ബുക്കാണ് ഈ ചിന്തിച്ചു വളരുക എന്നുള്ള ഈ പുസ്തകം. ഏകദേശം 100 പേജുകളുള്ള 100 പേജുകളിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാമെന്ന്, അല്ലെങ്കിൽ ചിന്തകളെ നിയന്ത്രിക്കാമെന്ന് ഇദ്ദേഹം വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഭാവിക്കും ആരോഗ്യത്തിനും അസുഖങ്ങൾക്കും ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ പുസ്തകത്തിൻ്റെയൊക്കെ അർത്ഥം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെയൊക്കെ നേട്ടം നമുക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും, ജീവിതത്തിൽ കടന്നു വരുന്ന അനാരോഗ്യത്തിനും സന്തോഷത്തിനും സമ്പത്തിനും അസുഖത്തിനും എല്ലാത്തിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ചിന്തിച്ചു വളരുന്നത്, എങ്ങനെയാണ് ഈ ജീവിതത്തെ നോക്കിക്കാണുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എല്ലാം ഉത്തരം. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ഈ ഇല്ലായ്മകളെയും പരിമിതികളെയും, അല്ലെങ്കിൽ
നേട്ടങ്ങളെയും സന്തോഷങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് ഒന്ന് ഒരു ത്രാസിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട്, നമ്മുടെ കുടുംബ പശ്ചാത്തലവും നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമൊക്കെയാണ് നമ്മുടെ വിജയങ്ങൾക്കും നമ്മുടെ നേട്ടങ്ങൾക്കുമൊക്കെ കാരണം. അതുതന്നെയാണ്, നമ്മുടെ കുടുംബ പശ്ചാത്തലവും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധുക്കളുമെല്ലാം ഈ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കുമൊക്കെ കൂടെയുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഏറ്റവും അടിത്തറയായിട്ട് നിൽക്കുന്നത് ഞാനെന്ന വ്യക്തിയാണ്, എൻ്റെ ചിന്തകളാണ്. എൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച, എൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ചിന്തിച്ച് വളരാമെന്നുള്ള ഈ പുസ്തകത്തിൻ്റെ 3 തലങ്ങളായി നിൽക്കുന്നത്. അത് ഒന്നാമത്തേത് ചിന്ത, രണ്ടാമത്തേത് വിജയം, മൂന്നാമത്തേത് സ്വപ്നങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമുണ്ട്. ചിന്തിക്കുന്നിടത്ത് വിജയങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടും. അവിടെ നിന്ന് സ്വപ്നങ്ങൾ, നല്ല ചിന്തകൾ നല്ല സ്വപ്നങ്ങളിലേക്ക് വഴിതെളിക്കും. നല്ല സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നിടത്ത് നമ്മുടെ വിജയങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, ചിന്തയും വിജയവും സ്വപ്നവും, ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ കോർത്തിണക്കി അദ്ദേഹം വെച്ചിരിക്കുകയാണ്. നല്ല ചിന്തകളിലൂടെ എങ്ങനെ നമുക്ക് സ്വപ്നങ്ങൾ നെയ്ത് വിജയം നേടാം. ഈ 3 ടിപ്സാണ് പ്രത്യേകമായും ചിന്തിച്ചു വളരുക എന്ന ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും അടിത്തറയുമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തുടങ്ങിയപ്പോൾ ഈ വാക്യം പറഞ്ഞത്, ചിന്തിക്കുന്നതിനപ്പുറം ആർക്കും എത്തിച്ചേരാനാകില്ല. അതുകൊണ്ട് മഹത്തായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ പോഷിപ്പിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, എൻ്റെ ജീവിതത്തെ ഭരിക്കുന്ന ചിന്തകൾ എപ്രകാരമുള്ള ചിന്തകളാണ്? എന്തുമാത്രം ചിന്തകളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നത്? ഇതിൽ മഹത്തായ ചിന്തകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുമ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള, രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൊക്കെ മഹത്തായ ചിന്തകളുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രമുണ്ട് എന്നൊന്ന് തിരഞ്ഞു നോക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. ഈ പുസ്തകം അതിനുള്ള വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പലപ്പോഴും ഈ ചിന്തകളെ നിയന്ത്രിക്കുന്നതിലാണ് നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്. ഈ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ ജീവിതത്തിൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനുള്ള വാതായനങ്ങൾ തുറന്നു കിട്ടും. അങ്ങനെ വിജയത്തിലേക്കുള്ള കുതിച്ചുചാട്ടം, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴി വളരെ ഈസിയായി മാറും, സന്തോഷമുള്ളതായി മാറും. 3 ചിന്തകളാണ് ഈ പുസ്തകത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഈ 3 ചിന്തകളിലാണ് ഇദ്ദേഹം ഈ പുസ്തകത്തെ കോർത്തിണക്കി മനോഹരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ചിന്തയാണ്, 2 വിജയം, 3 സ്വപ്നം. അതുകൊണ്ടാണ് ഈ ബുക്ക് ഷെൽഫിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ചിന്തിക്കുന്നതിനപ്പുറം ആർക്കും എത്തിച്ചേരാനാകില്ല. അതുകൊണ്ട് മഹത്തായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ പോഷിപ്പിക്കുക. മഹത്തായ ചിന്തകൾ കൊണ്ടാണ് എൻ്റെ ജീവിതം പോഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ പോഷിപ്പിക്കുന്നതെങ്കിൽ, ജീവിതം തീർച്ചയായും സുന്ദരമായിരിക്കും, മനോഹരമായിരിക്കും. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ചിന്തകൾ എപ്രകാരമുള്ളതാണ്? നമ്മുടെ ചിന്തകൾക്ക് എന്തിൻ്റെ ശക്തിയാണ്? നമുക്കറിയാം, നെഗറ്റീവും പോസിറ്റീവും. പോസിറ്റീവായ ചിന്തകൾ കൊണ്ടാണ് നമ്മുടെ ഉള്ളം നാം നിറയ്ക്കേണ്ടതെന്ന് പല ക്ലാസ്സുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചിന്തകൾ എപ്രകാരമുള്ളതാണ്? ജീവിതത്തിൽ ഊർജം തരുന്ന, അല്ലെങ്കിൽ പ്രത്യാശ തരുന്ന, ശക്തി തരുന്ന ചിന്തകളാണോ? അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എപ്പോഴും പരിമിതികളിലൂടെയും പോരായ്മകളിലൂടെയും തകർച്ചകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ ചിന്തകളും കടന്നു പോയേക്കാവുന്ന ചിന്തകളും കൊണ്ടാണോ എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആ തിരിച്ചറിവിലാണ് നമുക്ക് തിരിച്ചു നടക്കാൻ പറ്റുന്നത്. ആ തിരിച്ചറിവിൽ മാത്രമാണ് നല്ല സ്വപ്നങ്ങളിലേക്ക് ചുവട് വയ്ക്കാൻ പറ്റുന്നത്. ഈ ചുവടുവയ്പ് തുടങ്ങുന്നിടത്താണ് നമ്മുടെ വിജയം. ഈ ചുവടുവയ്പ്പാണ് ഇന്ന് പലർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക്, യുവത്വത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചിന്തകളുള്ളവർ നമ്മുടെ ഇടങ്ങളിലെല്ലാം ഉണ്ട്. നമ്മുടെ ഇടങ്ങളിലെല്ലാം നല്ല നല്ല ചിന്തകളും നല്ല ചുവടുവയ്പ്പുകളും ഉള്ളവരെല്ലാം ഉണ്ട്. പക്ഷേ അത് എത്രമാത്രം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗമായി മാറുന്നു എന്നും കൂടി നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഈ ചിന്തകളോട് കൂടി നമ്മുടെ മറ്റ് പ്രവൃത്തികളും കൂടി ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹം ആ ചിന്തയോടുകൂടി ചേരുമ്പോഴാണ് ഒരു ഉന്നതമായ സ്വപ്നത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം മാറുന്നത്, നമ്മുടെ സമൂഹം മാറുന്നത്. തീർച്ചയായും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചിന്തയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഉന്നതമായ ചിന്തകളെക്കുറിച്ചുള്ള, അത് സ്വപ്നത്തിലേക്ക് വഴിതെളിക്കുന്നതും അത് വിജയത്തിലേക്ക് വഴിതെളിക്കുന്നതിനെയും കുറിച്ച്. നമ്മളെല്ലാവരും തിരഞ്ഞു പോകുന്നത് മഹത് വ്യക്തികളുടെ കഥകളും അവരുടെ വിജയ അനുഭവങ്ങളും അവർ എങ്ങനെ വിജയം നേടി എന്നുള്ള ഓർമ്മകളും അങ്ങനെയുള്ള പുസ്തകങ്ങളും
കഥകളുമൊക്കെയാണ് നാം തിരഞ്ഞു പോകുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ അവർ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ആ ഒരു വേദനയെക്കുറിച്ച്? അവർ വിജയം കൈവരിക്കാൻ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നെയ്ത് വിജയങ്ങളിലേക്ക് കുതിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ട വേദനകളെക്കുറിച്ച് നാം എപ്പോഴും ആ ഒരു അനുഭവത്തിലേക്ക് നാം എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ആ ഒരു ചിന്തയിലേക്കും കൂടി നമ്മെ ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ചിന്തിക്കാൻ നമുക്കൊരു വേദനയും വേണ്ട, ഒരു പെയിനും ഇല്ല. പക്ഷേ ഇത് സ്വപ്നങ്ങളായി വിജയങ്ങളായൊക്കെ മാറുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു പെയിനുണ്ട്. മഹത് വ്യക്തികളുടെ ജീവിതം മുഴുവൻ നമുക്ക് തരുന്നതും ഈ കഥകളാണ്. പ്രത്യേകമായി ഹെലൻ കെല്ലർ, എബ്രഹാം ലിങ്കൺ, ഗാന്ധിജി, ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, ഇങ്ങനെ ജീവിതത്തിൽ പ്രതിഭകളായി അല്ലെങ്കിൽ മഹത് വ്യക്തികളായി ജീവിതത്തിൽ നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന അനുഭവങ്ങളിലൂടെയും ഉന്നതമായ സ്വപ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടുള്ള ഇപ്രകാരമുള്ള വ്യക്തികളൊക്കെ നമുക്ക് മുമ്പിൽ തരുന്ന ഒരു പാഠം ഈ ചിന്തയാണ്. എപ്പോഴും നല്ല ചിന്ത അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ആ സ്വപ്നത്തെക്കുറിച്ചുള്ള ചിന്ത അവർ മനസ്സിൽ സൂക്ഷിച്ചു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നാം സ്വപ്നങ്ങളായി നെയ്ത ഈ ചിന്തയെ കൊണ്ടുവരാൻ സാധിക്കണം. അത് ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറുമ്പോഴാണ് ഈ ചിന്ത സ്വപ്നമായി വിജയമായി മാറുന്നത്. തത്വചിന്തയിലൊരു വചനമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: നീ ചിന്തിക്കുന്നത് നീ തന്നെ, നീ ചിന്തിക്കുന്നത് നീ ആയി മാറും. ആ തത്വശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് നാം രൂപപ്പെടുകയാണ്. എന്തുമാത്രം ഉന്നത നിലവാരത്തിലേക്ക് ഞാൻ ചിന്തിക്കുന്നോ അത്രയും ഉന്നത നിലവാരത്തിലേക്ക് എൻ്റെ ജീവിതം മാറുകയാണ്. അപ്പോൾ എൻ്റെ ചിന്തയാണ് എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത്. ഈ ചിന്തയിൽ നിന്നാണ് എൻ്റെ സ്നേഹവും മറ്റ് ഗുണഗണങ്ങളുമെല്ലാം മറ്റുള്ളവരിലേക്ക് എനിക്ക് പൊഴിക്കാനും കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് ചിന്തയെ നിയന്ത്രിക്കുക, ചിന്തയിലൂടെ ജീവിതത്തെ വളർത്തുക എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം ഇങ്ങനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വളരെ ചിന്തയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വീക്ഷണം. ദീർഘകാലം ഈ രീതിയിലുള്ള ആശയങ്ങൾ മനസ്സിൽ പതിയുമ്പോൾ എല്ലാം വിധിയാണ് എന്ന ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാം വിധിയാണ് എന്ന് പലപ്പോഴും നാം ഇങ്ങനെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വേദനകൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും സഹനങ്ങൾ വരുമ്പോഴും രോഗങ്ങൾ വരുമ്പോഴും ഇതെൻ്റെ വിധി എന്ന് തീരെഴുതിയിട്ട് നാം അങ്ങ് പ്രോഗ്രാം ചെയ്യും. ഇതെൻ്റെ വിധിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ എനിക്കിങ്ങനെ വരുള്ളൂ എന്നുള്ള ഒരു ആശയത്തിലേക്ക് നാം എത്തുമ്പോൾ അത് നമ്മുടെ നെഗറ്റീവ് ഫാക്ടറായി ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. അത് ജീവിതത്തിലേക്ക് ഒരു തകർച്ചയിലേക്ക്, നമ്മുടെ ജീവിതത്തെ ഒരു തകർച്ചയിലേക്ക് തള്ളിവിടുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്രന്ഥകാരൻ ഇവിടെ മനോഹരമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ചുമ്മാ ഇരിക്കുമ്പോഴോ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം മനഃപൂർവ്വം എടുത്തു വയ്ക്കണം. ആ ചിന്തകൾ താഴെ പറയുന്നവയൊക്കെയാണ്: ഞാനാണ് എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് എന്നുള്ള ചിന്ത. ഞാൻ മാത്രമാണ് എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്, മറ്റാരുമല്ല എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. തീവ്രമായി ആഗ്രഹിക്കുന്നതെന്തും എനിക്ക് നേടിയെടുക്കാമെന്നുള്ളൊരു ചിന്ത. തീവ്രമായി ഞാൻ ആഗ്രഹിക്കണം, വെറും ആഗ്രഹമല്ല, തീവ്രമായ ആഗ്രഹം. എല്ലാ വിജയവും എല്ലാ പരാജയവും ഒരു ചിന്തയിൽ നിന്നാണ് രൂപമെടുക്കുന്നത്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ചിന്തയുടെ ഉള്ളടക്കമാണ് വിജയവും പരാജയവും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നതേ വരൂ. അപ്പം എൻ്റെ പ്രതീക്ഷ എന്താണ്? എൻ്റെ കാത്തിരിപ്പ് എന്താണ്? ഞാൻ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ തിന്മകളുടെ അല്ലെങ്കിൽ പരാജയങ്ങളുടെ ഇല്ലായ്മകളുടെ പരിമിതികളുടെ പ്രതീക്ഷയിലായാൽ തീർച്ചയായിട്ടും അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മറിച്ച് ജീവിതത്തിൽ പ്രത്യാശയുടെയും നന്മകളുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യങ്ങളുടെയും ചിന്തകളിലൂടെ ആ പ്രതീക്ഷകളിലൂടെ ഞാൻ കാത്തിരുന്നാൽ തീർച്ചയായും അത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് അദ്ദേഹം അടുത്തത് പറയുന്നത് പ്രതീക്ഷകളാണ് പൂവണിയുന്നത്. പ്രതീക്ഷിച്ചാൽ മാത്രമാണ് അത് സ്വപ്നമായി വിജയമായി പൂവണിയുന്നത്. ഈ പ്രതീക്ഷകളെ എന്തുമാത്രമാണ് ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ചിന്തകളും സ്വപ്നങ്ങളുമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതുതന്നെയാണ് നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്. ചിന്തകളും സ്വപ്നങ്ങളുമാണ് പൂവണിയുന്നത്, അതാണ് യാഥാർത്ഥ്യമാകുന്നത്. ജീവിതത്തിൽ നാം മുൻപ് സൂചിപ്പിച്ച ഈ മഹത് വ്യക്തികൾ, ഹെലൻ കെല്ലർ, എബ്രഹാം ലിങ്കൺ, ഗാന്ധിജി, സ്റ്റീവ് ജോബ്സ്, എല്ലാം ഇതൊക്കെ വളരെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ ഇതിനും അപ്പുറം ജീവിതത്തിൽ വിജയിച്ച എന്തുമാത്രം വ്യക്തികളാണ് അറിയപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്തിൽ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്വപ്നങ്ങളും
പ്രതീക്ഷകളുമൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അത് നല്ല ചിന്തകളായി രൂപപ്പെട്ടപ്പോഴാണ് അത് യാഥാർത്ഥ്യമായി അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. അതാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നന്മ ഈ വ്യക്തികളിലൂടെ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിയുക, അത് അവരുടെ നല്ല ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ആ ഒരു വലിയ കാര്യമാണ്. അതാണ് ഇന്നത്തെ ഭാവിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാനകാലത്ത് നാം അനുഭവിക്കുന്നത്. അപ്പോൾ ആ അനുഭവം തലമുറകൾക്ക് കൈമാറുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തിച്ചു വളരുമ്പോൾ തീർച്ചയായിട്ടും നാം എല്ലാം സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ വളർത്തുകയാണ്. ഞാനും വളരുകയാണ്. ഉയർച്ച വ്യക്തിഗതമാണ്. വ്യക്തികൾ നന്നാകുമ്പോൾ കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും നന്നാകുന്നു. വ്യക്തിഗതമായ ഈ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഉയർച്ചയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ തൊഴിലിടങ്ങളെ എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ, നമ്മുടെ വിജയത്തിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പരിമിതികളിലേക്ക്, നമ്മുടെ ഇല്ലായ്മകളിലേക്ക് അവർ കൂടെ വരും. പലപ്പോഴും ഈ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്. കാരണം നമ്മുടെ ഉന്നതങ്ങളിൽ, നമ്മുടെ വിജയങ്ങളിൽ പലപ്പോഴും നാം തന്നെ സന്തോഷിക്കുന്നു. മറ്റുള്ളവരെ ആ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറയുകയാണ്, അതൊരു മാറ്റേണ്ട ചിന്തയാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ വിജയങ്ങളിലും ആ സുഹൃത്തുക്കൾ, ആ ബന്ധങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൻ്റെ ഇരുണ്ട കാലങ്ങളിൽ, കാരണം ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ഒരു ഇറക്കവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെയുള്ള ഇരുണ്ട കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, പരിമിതികളിലേക്ക്, വേദനകളിലേക്ക് ഈ സുഹൃത്തുക്കളും കൂടെ നിൽക്കുമെന്നുള്ള ഒരു ചിന്ത, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായി നമ്മുടെ പലർക്കും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. നമ്മുടെ ഇല്ലായ്മകളിലും മറ്റുള്ളവർ കൂടെ വന്ന കഥകൾ, നമ്മുടെ ഉയർച്ചകളിലേക്ക് അപരനെ ചേർത്ത് വയ്ക്കുന്ന ഒരു മനോഭാവത്തിന് ഉടമകളാകാം എന്ന് ഈ ചിന്തിച്ചു വളരുക എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കമായി അദ്ദേഹം സൂചിപ്പിക്കുന്നു. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് ഒരു ഒറ്റ ചിന്തയാണ്. പല ചിന്തകളാൽ സങ്കുലിതമായി അല്ലെങ്കിൽ വളരെ സങ്കീർണമായി നമ്മുടെ ജീവിതം മാറുകയാണ്. പല ചിന്തകളാണ്, പല സ്വപ്നങ്ങളാണ്, പല നേട്ടങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒറ്റ ചിന്ത, ആ ഒറ്റ ചിന്തയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിനെ മറ്റു പല കാര്യങ്ങളെ ഈ ഒറ്റ ചിന്തയിലേക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് സമീപിക്കുമ്പോൾ അത് വിജയത്തിനായി, ആ വിജയത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കുമ്പോൾ, ആ ഒരു ഒറ്റ ചിന്തയിൽ നിന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ കൂടുതൽ ഏകാഗ്രതയോടെ ഈ വിജയത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ചിന്ത കൊണ്ട് സ്വന്തം ജീവിതത്തിലാണ് ദുരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. സമൂഹത്തെയോ രാഷ്ട്രത്തെയോ മാറ്റിയെടുക്കാൻ ഒരു വ്യക്തിയുടെ ചിന്തയ്ക്കാവില്ല. അതിന് വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. കോടിക്കണക്കിന് ആളുകൾ ഒരേ ചിന്തയുമായി, ആഗ്രഹവുമായി, വിജയവുമായി മുന്നോട്ട് വരണം. നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ആ ഉന്നതമായ ചിന്തകളിലേക്ക് മറ്റ് പലരെയും ചേർത്ത് വയ്ക്കുമ്പോൾ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, തൊഴിലിടങ്ങൾ, ഇങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ ആ ചിന്തയിലേക്ക് അതിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും വലിയ വിജയങ്ങളായി നമ്മുടെ ഇടങ്ങളും നമ്മുടെ വളർച്ചയും എല്ലാം മാറുമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സന്തോഷവും സമാധാനവും പണവും പ്രശസ്തിയും എല്ലാം സൃഷ്ടിക്കുന്നത് എന്താണ്? അതെല്ലാം സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. കാരണം നാം മുൻപ് പറഞ്ഞതുപോലെ നാം പ്രതീക്ഷിക്കുന്നവരാകണം. ആ പ്രതീക്ഷകൾ മാത്രമാണ് പൂവണിയുന്നത്. നാം സ്വപ്നങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടന്നു വരാൻ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷകൾ, ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ജീവിതത്തിൽ കൈവരുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് ഊർജം കൈവരുന്നത്. അല്ലെങ്കിൽ വീണ്ടും ജീവിക്കാൻ, വീണ്ടും ചിന്തിക്കാൻ, വീണ്ടും സ്വപ്നം കാണാനുള്ള ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ ചിന്തിച്ചു വളരുക എന്നുള്ള പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടും. എന്തുമാത്രം മനോഹരമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം രൂപപ്പെടുത്തണം, അത് കൂടുതൽ എഴുതി വെക്കണം, അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ക്രോഡീകരിച്ച് നമുക്ക് വരുന്ന നൂതനമായ ആശയങ്ങളെയൊക്കെ ജീവിതത്തിലൊന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിത വിജയങ്ങൾ സംഭവിക്കുന്നത്. അത് മറ്റു തലമുറയിലേക്കും വ്യാപിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് അവരുടെ സ്വപ്നമായി, അവരുടെ വിജയമായി മാറാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഒരു പുസ്തകം പരതിയപ്പോൾ ഞാൻ കണ്ട ഒരു ശീർഷകമാണ്, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. താമസിച്ചിട്ടില്ല, ജീവിതം ഒരിക്കലും താമസിച്ചിട്ടില്ല. വിജയങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നല്ല ചിന്തകൾക്കും ഇനിയും സാധ്യതകളാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ. അതുകൊണ്ട് എപ്പോഴും നാം പറയേണ്ട ഒരു വാചകമാണ്, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്.
ജീവിതത്തിൽ ഇപ്രകാരമുള്ള വിജയങ്ങൾ നമുക്ക് സമ്മാനിക്കാമെന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ സമ്മാനങ്ങളാകുന്ന വിജയങ്ങളെ എപ്രകാരം സമ്പാദിക്കാമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശരിയായ ചിന്തയിലൂടെ എങ്ങനെയാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്? നല്ല ചിന്തകളുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷം കണ്ടെത്താൻ പറ്റും. എല്ലാത്തിനും ഉപരി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ദർശനമെന്നൊക്കെ പറയുന്നത് സന്തോഷമാണ്. ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവരെയൊക്കെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിനൊരു സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള ചില കുറുക്കു വഴികളിലൂടെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. എനിക്കും സഹജീവികൾക്കും സന്തോഷിക്കണം, ഇതാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും കൂടി സന്തോഷിക്കണമെന്നുള്ള ഒരു ആശയത്തിൽ നിന്നാകണം നമ്മുടെ ജീവിത ലക്ഷ്യം. അത് ജീവിത ലക്ഷ്യമാകുമ്പോൾ മാത്രമാണ് ഒരു ലോകചിന്തയിലേക്ക്, അല്ലെങ്കിൽ ആഗോളപരമായ ഒരു ആശയത്തിലേക്ക് നാം കടന്നു വയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇടുങ്ങിയ ചിന്തയിലൂടെ, വ്യക്തിപരമായ ചിന്തയിലൂടെ നാം നമ്മുടെ ജീവിതത്തെ മാറ്റുകയാണ്. മറിച്ച് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ആഗോളമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ ജീവിതം വരുമ്പോൾ, അത് ചിന്തയായി മാറുമ്പോൾ, അവിടെയാണ് യഥാർത്ഥ ലക്ഷ്യങ്ങൾ പിറവികൊള്ളുന്നത്. പിന്നീട് നാം സ്വയം സ്നേഹിക്കുക, സഹജീവികളെ സ്നേഹിക്കുക എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നാം പരസ്പരം സ്നേഹിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്നേഹിച്ച് പഠിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളെ, ജീവിതത്തിൻ്റെ പുണ്യങ്ങളെ, ജീവിതത്തിൻ്റെ കഴിവുകളെ, ജീവിതത്തിൽ കുടികൊള്ളുന്ന ദൈവത്തെയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ, സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ സഹജീവികളെ നമുക്ക് സ്നേഹിക്കാനും ചേർത്ത് വയ്ക്കാനും സാധിക്കുന്നത്. ജീവിതത്തിൽ തനതായ ഒരു ജീവിത ലക്ഷ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ, അത് ജീവിതത്തിൽ ഉറപ്പിക്കണമെങ്കിൽ, അതിന് ഈ ചിന്തയുടെ പിൻബലം മാത്രമാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ ചിന്തയും സ്വപ്നവും വിജയവുമാണ് ജീവിതത്തിൽ 3 ത്രികോണം, അല്ലെങ്കിൽ 3 വശങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. ഈ ചിന്തയിലൂടെ സ്വപ്നങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും വിജയം നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കും. അത് തുറന്നുകൊണ്ട് ആ വിജയത്തിലേക്ക് പ്രവേശിക്കാനുള്ള കുറുക്കുവഴിയാണ് ചിന്തിച്ചു വളരുക എന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിലേക്ക് പരതിയപ്പോൾ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് കണ്ണോടിച്ചപ്പോൾ മുഴുവൻ എനിക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് കിട്ടിയത്. അങ്ങനെയുള്ള നല്ല ആശയങ്ങളാൽ സമ്പുഷ്ടമായ, സ്വാദിഷ്ടമായ ഒരു പുസ്തകമാണ് ചിന്തിച്ചു വളരുക. തീർച്ചയായും ഒരു മോട്ടിവേഷണൽ ക്ലാസ് കൂടുന്ന അതേ പ്രതീതിയാണ് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ചിന്തിച്ചു വളരാം, സ്വപ്നങ്ങൾ കാണാം, ജീവിതം വിജയമാക്കാം.